നമസ്കാരം. ടോം ടോക്സ് തൃശ്ശൂർ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലണ്ടിൽ നിന്ന് സ്കോട്ട്ലൻഡിലേക്കുള്ള യാത്രയിലാണ്. UK മറ്റൊരു സംസ്ഥാനമായ സ്കോട്ട്ലൻഡിൻ്റെ മധ്യഭാഗത്തുള്ള പെർത്ത് എന്ന പ്രവിശ്യയിലെ ക്രീഫിലുള്ള ചരിത്ര പ്രാധാന്യമേറിയ ഡ്രമ്മോണ്ട് കാസിലും അതിനോട് ചേർന്നുള്ള അതിമനോഹരമായ ഗാർഡനും സന്ദർശിക്കുകയാണ് ലക്ഷ്യം. ഞാനിപ്പോൾ കാർ പാർക്കിൽ നിന്ന് ഡ്രമോണ്ട് കാസിലേക്ക് നടക്കുകയാണ്. എൻ്റെ വലതുവശത്താണ് അതിൻ്റെ കവാടം. അവിടേക്ക് കയറി ചെന്നിട്ട് അവിടെ ടിക്കറ്റ് ഉണ്ട്. 10 പൗണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ രൂപ അനുസരിച്ച് ഒരു 1200 രൂപയോളം നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് വേണം ഈ കാസിലേക്ക് കടക്കാൻ. ഈ വാതിലിനകത്താണ്, കോട്ടവാതിലിനകത്താണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ കയറി നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് വളരെ പ്രായമായവർക്കും കുട്ടികൾക്കും ഡിസ്കൗണ്ടൊക്കെ ഉണ്ട്. അല്ലാത്തവർക്ക് 10 പൗണ്ട്, അതായത് 1200-250 രൂപയോളം വരും. ഞാൻ ഏതായാലും അതിനകത്ത് കയറി ടിക്കറ്റ് ഒന്ന് എടുക്കട്ടെ, എന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ. ഈ കോട്ടയ്ക്ക് ഒരു 1500 പണിതതാണ്. ഈ ഗാർഡൻ 1630 വരുന്നത്. വളരെ പഴക്കമേറിയ കോട്ടയും അതിനോട് ചേർന്ന ഒരു കാസിലുമുണ്ട്. ഈ കാസിൽ നമ്മളിപ്പോൾ പ്രവേശനമൊന്നുമില്ല. കോട്ട കയറി കാണാം. ദാ കാണുന്നതാണ് കാസില്. പിന്നെ ഗാർഡനാണ്. ഗാർഡൻ അതിവിശിഷ്ടമായ ഒരു അനുഭവമാണ്. നമുക്ക് ആ ഗാർഡൻ ആദ്യം കാണാം, അതിനുശേഷം കോട്ടയും കാണാം. കാസിൽ ഇപ്പോഴും രാജകുടുംബത്തിൻ്റെ കൈവശം ഇരിക്കുകയാണ്. അവിടേക്ക് നമുക്ക് ആർക്കും പ്രവേശനമില്ല. ക്യാമറയൊന്നും കൊണ്ട് ചെല്ലാൻ പറ്റില്ല. അത് അവിടുത്തെ ആളുകളൊക്കെ വന്ന് പോകുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. കോട്ടയുടെ ഈ പുൽപ്പരപ്പിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഗാർഡൻ്റെ മനോഹാരിത വാക്കുകൾക്ക് അതീതമാണ്. എന്തൊരു ഭംഗിയാണത്! പല രീതിയിലുള്ള ചെടികളും പൂക്കളും നിറഞ്ഞ് വർണ്ണങ്ങളുടെ ഒരു സമഞ്ജസ സമ്മേളനം എന്ന് പറയാം. അതിവിശിഷ്ടമായ രീതിയിൽ അത് വെട്ടിയൊരുക്കിയിരിക്കുകയാണ്. ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത് അതീവ മനോഹരമാണ്. നമ്മൾ മലമ്പുഴയിലെ ഗാർഡൻ കണ്ടിട്ടുണ്ട്, മൈസൂരിലെ വൃന്ദാവൻ ഗാർഡൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് അതിവിശിഷ്ടം എന്ന് പറയാനേ പറ്റുള്ളൂ. അതിന് താഴേക്ക് ഇറങ്ങി ചെന്ന് കാണുമ്പോഴാണ് നമ്മൾ ഓരോന്നും മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ ഔന്നത്യം, ഇതിൻ്റെ മനോഹാരിത, ഇതിൻ്റെ സൗന്ദര്യം. അങ്ങ് മേലേക്ക് കാടിൻ്റെ ഭാഗം കാണുന്നത് ഒരു പുൽത്തകിടിക്ക് വെട്ടിയൊരുക്കി ആകാശം മുട്ടയുമാണ് ആ പുൽത്തകിടി വന്ന് നിൽക്കുന്നത്. വളരെ മനോഹരമാണ്. നമുക്ക് അവിടെ നിന്നാൽ അങ്ങ് എന്താ പറയുക, ഒരു രോമാഞ്ചം അനുഭവപ്പെടുന്ന പോലെ അതിവിശിഷ്ടമായ അനുഭവം. പൂക്കളുടെ നിറങ്ങൾ കൊണ്ട് ഒരു എണ്ണച്ചായ ചിത്രത്തെ പോലെ അതിവിശിഷ്ടമായ ഒരു കാഴ്ച. വർണ്ണിക്കാൻ വാക്കുകൾ കിട്ടാത്ത രീതിയിൽ നമ്മൾ അകന്താളിച്ച് അമ്പരന്ന് ആശ്ചര്യപ്പെട്ട് നിന്നു പോകുന്ന ഒരു സൗന്ദര്യം. ആ സൗന്ദര്യ സ്പോട്ട് വളരെ മനോഹരമാണ്. 12 ഏക്കറിൽ വിസ്തൃതമായ ഈ പൂന്തോട്ടം മാത്രമാണ് കേട്ടോ 12 ഏക്കർ. അത് മുഴുവൻ വെട്ടിയൊരുക്കുന്നത് റോബോട്ടിക് യന്ത്രം ഉപയോഗിച്ചിട്ടുള്ള മെഷീനുകളാണ്. നാം കാണുന്നു, നമ്മുടെ മുന്നിൽ കാണുന്നത് കാറ് പോലെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് റോബോട്ടിക് മെഷീനാണ്, പുല്ല് വെട്ടുന്നതാണ്. അങ്ങനെ ഒരു 6-7 മെഷീനുകൾ ഇതിവിടെ നിരന്തരം വെട്ടിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഈ 6-7 മെഷീനുകളും കണ്ടു കഴിഞ്ഞു. ഈ മെഷീൻ്റെ ഒരു പ്രത്യേകത, നമ്മളുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മളെ സെൻസർ ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മാറി വേറെ സ്ഥലത്ത് പോയി പുല്ല് വെട്ടും. അങ്ങനത്തെ ഒരു പുതിയ അനുഭവം എനിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ എത്രയാളുടെ ജോലിയാണ് അത് ഒഴിവാക്കുന്നത്. നിരന്തരം കൃത്യമായിട്ട് ഒരേ ഒറ്റ ലെവലിൽ പുല്ലുകൾ വെട്ടി ഒരുക്കി മെത്ത പോലെ സൂക്ഷിക്കുന്നു. അത്ര ശ്രേഷ്ഠമായ രീതിയിലാണ് ഇതിൻ്റെ പരിപാലനം നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ട് ഞാൻ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നതാണ് എൻ്റെ ഇടതുവശത്ത് കാണുന്നത് കാസിലും വലതുവശത്ത് കാണുന്നത് കോട്ടയുമാണ്.
1500 ഈ കോട്ടയും കാസിലും പണിതിട്ടുള്ളത്. അത്ര കൊല്ലത്തെ പഴക്കമുണ്ട്. 1630 ഈ ഗാർഡൻ ആദ്യമായി നിർമ്മിച്ചെടുക്കുന്നത്. 1830 ഇത് റിനോവേഷൻ ചെയ്തിട്ടുണ്ട്. അന്നത്തെ ആ റിനോവേഷനിലുള്ള മോഡലാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൂയിസ് കെന്നഡി എന്ന് പറയുന്ന ഇംഗ്ലീഷ് രാജ്യത്തെ പ്രസിദ്ധനായ ലാൻഡ്സ്കേപ്പ് എഞ്ചിനീയറാണ് ഇതിന് കൃത്യമായ ഈ രൂപഭാവം നൽകിയിട്ടുള്ളത്. അതിമനോഹരമായ ഈ കോട്ടയുടെ താഴത്തേക്ക് ഇറങ്ങി വരുന്ന ഈ ഗാർഡൻ ഓരോ സ്റ്റെപ്പുകളും ഓരോ നിലകൾ പോലെ ഇറങ്ങി വരുമ്പോൾ 2 സൈഡിലേക്കും നമുക്ക് കയറിപ്പോവാനും ഇറങ്ങി വരാനുമുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നാം കാണുന്ന ആ റോബോട്ടിക് യന്ത്രം അത് AI ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഞാൻ അതിൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കി. അതിൻ്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അത് എൻ്റെ അരിയത്ത് എത്തിയ വഴിക്ക് അത് പിന്തിരിഞ്ഞ് വേറെ സ്ഥലത്തേക്ക് മാറിപ്പോയി പുല്ലുവെട്ടുകയാണ്. ഈ AI ടെക്നോളജി ഈ പുൽമേട് വെട്ടിയൊരുക്കുന്നതിന് മാത്രമല്ല, ഇവിടുത്തെ ചെടികളും മരങ്ങളും ഡ്രിം ചെയ്യുന്നതിനും അതിന് വളം ഫീഡ് ചെയ്യുന്നതിനും അത് നനയ്ക്കുന്നതിനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഇത്തരം ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. വളരെ കുറച്ച് ആളുകളെ ഗാർഡൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മാനുവലായിട്ട് ജോലി ചെയ്യുന്നുള്ളൂ. അത് തന്നെ ഒരു അത്ഭുതമായ കാര്യമാണ്. 3-4 തട്ടുകളായിട്ടാണ് ഈ ഗാർഡൻ താഴേക്ക് ഇറങ്ങി പോകുന്നത്. ഞങ്ങൾ തട്ട് ഇറങ്ങി താഴേക്ക് ഓരോ സെക്ഷൻ കാണാൻ പോകുമ്പോൾ ഞങ്ങളെ വല്ലാതെ ആകർഷിച്ചൊരു സംഭവം, ഒരു ഇംഗ്ലീഷുകാരനായ പയ്യൻ്റെയും മണവാട്ടിയുടെയും വിവാഹ ആഘോഷത്തിൻ്റെ വീഡിയോ ചിത്രീകരണം ഈ ഗാർഡനകത്ത് നടക്കുകയാണ്. അങ്ങനെ പല ഭാഗത്തു നിന്ന് ആളുകൾ വന്ന് ഇവിടെ ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ട്. ഈ വിശാലമായ ഗാർഡനിൽ പലതരം പൂക്കൾ, പല നിറങ്ങളിലുള്ളത്, പല വലിപ്പത്തിലുള്ളത്, പലവിധ സുഗന്ധമുള്ളത്. അതിലുപരി എന്നെ ഏറ്റവും ആകർഷിച്ചത് റോസ് തന്നെ ഒരു 10-20 സ്പീഷീസിൽപ്പെട്ട റോസ് ചെടികളാണ്. ലാവൻഡർ, അതുപോലെ മറ്റു പല ചെടികളും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ചെടികൾ. മരങ്ങളാണെങ്കിൽ വ്യത്യസ്തമായ ഇലകൾ വ്യത്യസ്തമായ ഷേപ്പിൽ തന്നെ ഉണ്ടാകുന്നു. വെട്ടിയൊരുക്കിയത് വേറെയുണ്ട്. ഒട്ടുമിക്ക ഇതും വെട്ടിയൊരുക്കിയിട്ടുണ്ട്. അല്ലാതെ തന്നെ കൂടാരം പോലെ, പൂക്കുട പോലെ, അങ്ങനെയൊക്കെ പ്രകൃതിദത്തമായ രീതിയിൽ വളരെ ഭംഗിയുള്ള രൂപത്തിലുള്ള ചെടികൾ, ഇലകൾ, സസ്യ ചെടികൾ, പടർന്നു കയറുന്ന ചെടികൾ, അങ്ങനെയൊക്കെ വ്യത്യസ്തമായത് നമുക്ക് അത്ഭുതപ്പെട്ടു പോകണം. കുറ്റിച്ചെടികൾ, മേപ്പിൾ ട്രീയിലെ തന്നെ 10-18 വെറൈറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ ഈ കാണുന്ന മരം നോക്കൂ, അതൊരു പ്രത്യേക രീതിയിലാണ്. അതിനെ അടിയിൽ നിന്നാൽ നമുക്ക് മഴയും കൊള്ളില്ല, വെയിലും കൊള്ളില്ല. അത്ര മനോഹരമായിട്ട് ഇലകൾ തിങ്ങി നിറഞ്ഞ് വ്യത്യസ്തമായ വർണ്ണത്തിൽ, 3 വർണ്ണത്തിലാണ് അതിൻ്റെ ഇല. അതിന് തന്നെ വയലറ്റ് നിറത്തിലുണ്ട്, ഒരു എന്താ പറയുക ബ്ലാക്ക്ബെറി നിറത്തിലുണ്ട്, പല വിധത്തിൽ. അതുപോലെ അതിനേക്കാൾ ഉപരിയായിട്ട് ഓരോ ജംഗ്ഷൻ പോലെയുള്ള ഏരിയയിലും വെണ്ണക്കൽ സ്റ്റാച്യൂകൾ, പ്രതിമകൾ, ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മനോഹരമായ ശില്പങ്ങൾ. നടപ്പാതകൾ അതിനേക്കാളും ഭംഗിയാണ്. കല്ല് വിരിച്ച നടപ്പാതകളുണ്ട്, പുൽ വിരിച്ച നടപ്പാതകളുണ്ട്. മനോഹരമായ രീതിയിൽ ഓരോ വൃക്ഷവും ഒരുക്കി നിർത്തിയിരിക്കുന്നു. കൂടാരം പോലെയുള്ള വൃക്ഷങ്ങൾ, ഗോപുരം പോലെയുള്ള വൃക്ഷങ്ങൾ, അതൊക്കെ കാണുമ്പോഴേ നമുക്കതിൻ്റെ അടുത്തുകൂടെ പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടം. ആ കാണുന്ന ആർച്ചിനകത്ത് ഒരു വെള്ളച്ചാട്ടമുണ്ട്. മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ നാച്ചുറലായിട്ട് ഒഴുകി താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നു. ആ വെള്ളം ഒഴുകി പോകുന്നത് എൻ്റെ വലതു ഭാഗത്തായിട്ട് കുറേ ദൂരം നീങ്ങിയിട്ടൊരു പൊയ്കയുണ്ട്, ഒരു തടാകമുണ്ട്. ആ തടാകത്തിൻ്റെ അരികിലൂടെ അതിൻ്റെ മേലെ കൂടെ ഒരു പാലം കെട്ടി ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ വന്നാൽ ഓരോ
വൃക്ഷത്തിലും ചെടികളിലും നോക്കി നിൽക്കാൻ തോന്നുന്ന, നമുക്ക് കണ്ണ് തിരിച്ച് എടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള കാഴ്ചകൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളം ഇങ്ങനെ മഴ പെയ്യുന്ന പോലെ വീണുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വളരെ ദൂരേക്കുള്ള നടപ്പാതകളാണ്. ഇതിനകം മുഴുവൻ ഒന്ന് നടക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 2 മണിക്കൂർ എക്സസൈസ് ചെയ്യുന്ന നടത്തം ഇതിനകത്ത് നടന്നാൽ തീരില്ല, അത്രയേറെ മനോഹരമാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കാണുന്ന ഈ കൊട്ടാരവും ആ കോട്ടയുടെ മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റും. ഇപ്പോൾ കാണുന്നത് കോട്ടയാണ്, അവിടേക്ക് പോകണം. ഇപ്പം ഞാൻ വന്ന് നിൽക്കുന്നത് ഈ പുൽമേടിൻ്റെ പുറത്തേക്ക് ബാക്ക് സൈഡിലുള്ള വഴിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അതിവിശിഷ്ടമായ ഒരു കാഴ്ചയാണത്. കാരണം ബാക്കിലെ വനപ്രദേശം, വനാന്തരം മുഴുവൻ നമുക്ക് ഈ പൂന്തോട്ടത്തിനോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. അത് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ട്രോപ്പിക്കൽ ഗാർഡൻ എന്ന് പറയുന്ന നമ്മൾ ചെടികൾ നട്ടു വളർത്തുന്ന ഒരു നഴ്സറിയുടെ ഉള്ളിലേക്കാണ്. ഈ റൈറ്റ് സൈഡിൽ വെളുത്ത ഗ്ലാസ് കൂടിനകത്തൊക്കെ കാണുന്നത് പുതിയ പുതിയ ചെടികൾ നട്ടു വളർത്തുന്ന നഴ്സറിയാണ്. ഇതിനകത്ത് എൻട്രൻസ് കയറി കാണാൻ നമുക്ക് കഴിയും. ഞാൻ അതിനകത്തേക്കൊന്ന് കടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. അതിനകത്ത് പ്രത്യേകമായ ചെടികൾ നട്ടു വളർത്തുന്ന രീതി നമുക്ക് കാണാൻ കഴിയും. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ശരിയായിട്ട് ഈ ഗ്ലാസ് കൂടിനകത്തേക്ക് കയറുകയാണ്. നോക്കൂ, എത്ര മനോഹരമാണല്ലേ! അത്യപൂർവമായ ചെടികൾ, നിറങ്ങളും വർണ്ണങ്ങളും ചാരിച്ചെടുത്ത ഒരു പാലറ്റ് പോലെ തോന്നുകയാണ്. ചിത്രകാരൻ്റെ ചായം കൂട്ടിയൊരുക്കുന്ന പാലറ്റ് പോലെ. ആ നിൽക്കുന്ന മേഡമാണ് ഞങ്ങൾ ഇവിടെ ഒരു വ്യക്തി ജോലി ചെയ്യുന്നതായിട്ട് ആദ്യമായിട്ട് കണ്ടത്. അവർ ചെടികൾ നട്ടു വളർത്തുകയും അതിന് വേണ്ട മറ്റ് പരിചരണം കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. നമ്മൾ കാണാത്ത പലതരം ചെടികൾ ഇവിടെ വേണ്ടത്ര കാണാൻ കഴിയുന്നു. വളരെ വിശിഷ്ടമായ രീതിയിൽ ചുമരയിൽ പടരുന്ന ചെടികൾ, അതും പല വർണ്ണങ്ങളിലുള്ളത്. നോക്കി കണ്ടോ, എത്ര ഭംഗിയാണല്ലേ! നമുക്കിതിനകത്തൊന്ന് പോരാന്നൊന്നുമില്ലേ. ഒരു സ്വർഗ കവാടത്തിൻ്റെ മുന്നിൽ ചെന്നാൽ തിരിച്ചു വരാൻ തോന്നാത്തതുപോലെയാണ് നിൽക്കുന്നത്. ഇത് മുന്തിരിത്തോട്ടങ്ങളിലെ ഒരു വെറൈറ്റി പന്തലാണ്. ആ ഞാണ്ട് കിടക്കുന്നതൊക്കെ മുന്തിരികളാണ്. പലതരത്തിലുള്ള 10-18 തരത്തിലുള്ള വിവിധ തരം മുന്തിരികൾ. ഈ സ്കോട്ട്ലൻഡ് എന്ന് പറയുന്നത് സ്കോട്ടിഷ് മദ്യത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. മുഴുവൻ മുന്തിരിയിൽ നിന്ന് വാറ്റിയെടുക്കുന്ന മദ്യങ്ങളാണ്. ഒത്തിരി ഡിസ്റ്റിലറികളുള്ള ഒരു പ്രദേശമാണ്. ഞാൻ തൊടുന്നത് ഒരു മുന്തിരിക്കൊലയിലാണ്. ഞാൻ അതിൽ നിന്ന് സൂത്രത്തിൽ ഒരെണ്ണം പറിച്ചെടുത്തു കേട്ടോ. കാരണം എനിക്കതൊക്കെ കണ്ടപ്പോഴേ കൊതി തോന്നുന്നു. നമ്മുടെ നാട്ടിലൊക്കെ അപൂർവമായിട്ട് നമ്മൾ മുന്തിരികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷേ ഇത് വളരെ മനോഹരമാണ്. നല്ല മധുരം കേട്ടോ, കഴിക്കാൻ നല്ല രസം തോന്നുന്നു. ഒരെണ്ണം എടുത്തോളൂ, കാരണം അപ്പുറത്തെ ആളുള്ളതുകൊണ്ട് ഒരു പക്ഷേ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ട്. ഇനി കടക്കുന്നത് പൂച്ചെടികളുടെ വേറൊരു മേഖലയാണ്. ഈ ഗ്ലാസ് കൂടാരത്തിനകത്ത് നമ്മുടെ നാട്ടിൽ കാണുന്ന ചെടിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ വളരെ എന്താ പറയുക, വളരെയേറെ കാണുന്ന ചെടിയാണത്. അത് അപൂർവമായിട്ട് ഞാൻ വേറെ ഇപ്പോൾ ഇംഗ്ലണ്ട് യാത്ര ചെയ്ത ഒരു സ്ഥലത്തും നമ്മുടെ നാട്ടിൽ ആ ചെടി കണ്ടല്ലോ. പക്ഷേ ഇതിനകത്ത് അവരൊരു അപൂർവ വസ്തു പോലെ അതിനെ വളർത്തുന്നു എന്നതാണ് എന്നെ അതിശയിപ്പിച്ചത്. അതുപോലെ തന്നെ പലതരം ചെടികൾ, പലതരം എന്ന് പറഞ്ഞാൽ പല സ്പീഷീസിൽപ്പെട്ട ഒരേ ഇതിൽപ്പെട്ട ചെടികൾ തന്നെ പല തരത്തിലും വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ള, ഇലയ്ക്ക് വ്യത്യാസം, പൂവിന് വ്യത്യാസം, അതുപോലെ തന്നെ അതിൻ്റെ തടിക്കൊക്കെ വ്യത്യാസമുള്ള രീതിയിൽ ഞാൻ പുറത്തേക്ക് കടന്നു. അതിനകത്തു നിന്ന് ഇതും ചെടികളുടെ ഒരു കേദാരമാണ്. ആ ഗാർഡനിലേക്ക് കൊണ്ടുപോകുന്ന ചെടികൾ ഈ പുറത്തും വെച്ച് നട്ടു വളർത്തും. ഇപ്പോൾ ഞാൻ പോകുന്നത് റോസുകളുടെ ഒരു കേന്ദ്രമാണ്. ഇത് മുഴുവൻ വെള്ള റോസാണ്. അതിൽ തന്നെ ഇതിൻ്റെ സ്മെല്ല് വ്യത്യാസമുണ്ട്. പലതും പല വെറൈറ്റിയാണ്. അതൊക്കെ അവിടെ അവർ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ, വളരെ ഭംഗിയായിട്ട്. ഇത് പക്ക മഞ്ഞ നിറം, നല്ല ഡീപ്പ് മഞ്ഞ നിറം ആണ് ഇത്. ഇതൊക്കെ തന്നെ ഗാർഡനിലുണ്ട് കേട്ടോ. അതാ മഞ്ഞ നിറത്തിലുള്ള അതിമനോഹരമായ, ഞാനിപ്പോൾ മണത്ത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ
എനിക്ക് ഞാൻ നടക്കുമ്പോൾ തന്നെ നല്ല സുഗന്ധം വരുന്നുണ്ട്. ഇത് ഗാർഡന് പുറത്താണ് കേട്ടോ, പുറത്ത് മതിൽക്കെട്ടിന് പുറത്ത് കാണുന്ന വനം പ്രദേശം. ഇനി അങ്ങോട്ട് കയറി പോകുന്നത്, എൻ്റെ പിൻഭാഗത്തേക്ക് കയറി പോകുന്നത് വലിയ വനമാണ്, വനാന്തര ഭാഗങ്ങളാണ്. പക്ഷെ അവിടേക്കും ഈ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലിരുന്നാൽ കാണാവുന്ന രീതിയിൽ അങ്ങോട്ട് ഉയർന്ന കുന്നാണ്. ആ കുന്നിൽ ഒരു പുൽമേട് പുൽപാത വെട്ടിയൊരുക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് ഈ കൊട്ടാരത്തിലിരുന്നുകൊണ്ട് ഇവിടുത്തെ സൺസെറ്റ് കാണാമെന്ന് പറയുന്നത് അതിവിശിഷ്ടമാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആപ്പിൾ ചെടികളുടെ ഒരു ഏരിയയാണ്. 20ഓളം വെറൈറ്റി ആപ്പിളുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, അവർ നട്ടു വളർത്തുന്നുണ്ട്. ആ തോട്ടത്തിനകത്തും കുറേയേറെ ആപ്പിളുകളുണ്ട് കേട്ടോ. നല്ല ഒരു വെറൈറ്റി. നമ്മൾ ഇവ വിലയേറിയ വെറൈറ്റിയാണത്. ഇനി ഇപ്പം പിൻഭാഗത്ത് നിന്ന് വീണ്ടും ഞാൻ കോട്ട വാതിലിലൂടെ ഗാർഡൻ്റെ അകത്തേക്ക് കയറുകയാണ്. പുറത്തിറങ്ങി വന്നത് തിരിച്ച് അകത്തേക്ക് കയറി പോവുകയാണ്. ഈ സ്റ്റെപ്പുകൾ കയറി പോകുന്നിടത്തൊക്കെ പലവിധ ഫലങ്ങളുണ്ട് കേട്ടോ. ഈ ചെടികൾ മാത്രമല്ല, നമുക്ക് പറിച്ചു തിന്നാൻ പറ്റുന്ന കായ്കനികൾ, ഭക്ഷ്യയോഗ്യമായ കായ്കനികൾ, പ്ലം, ബ്ലാക്ക്ബെറി ഒക്കെ പോലെയുള്ള, ബ്ലൂബെറി പോലെയുള്ള, ചെറി പോലെയുള്ള ഫലങ്ങളും ഉണ്ട്. ആ കാണുന്നത് നേരെ എൻ്റെ പുറകിൽ ഇപ്പോൾ കാണുന്നതാണ് ഈ കാസിൽ. രാജാവ് അദ്ദേഹത്തിൻ്റെ വേനൽക്കാല വെക്കേഷൻ കാലത്ത് വന്ന് കാണാനും ആസ്വദിക്കാനും ശാന്തമായ ജീവിതം നടത്താനും വേണ്ടി വരുന്ന ഒരു ഔട്ട് ഹൗസ് പോലെയുള്ള കൊട്ടാരമാണ് നമ്മൾ കാണുന്നത്. എനിക്ക് ഇതിൻ്റെ എൻട്രൻസിൽ ടിക്കറ്റ് എടുത്തപ്പോൾ തന്ന ബുക്ക്ലെറ്റാണ് ഈ കാണുന്നത്. ഈ ബുക്ക്ലെറ്റിൽ ഈ ഗാർഡനെക്കുറിച്ച്, അതിൻ്റെ വിസ്തൃതിയെക്കുറിച്ച്, അതിലുള്ള മരങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ച്, ചെടികളുടെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. യൂറോപ്പിൻ്റെ പല ഭാഗത്തു നിന്നും വളരെയേറെ ആളുകൾ ഇവിടേക്ക് വരുന്നു. അവരൊക്കെ ടിക്കറ്റ് എടുത്ത് തന്നെയാണ് കാണുന്നത്. എൻ്റെ വലത് വശത്ത് കാണുന്നതാണ് കോട്ട. ഇപ്പം ഞാൻ കയറി പോകുന്നത് ആ കോട്ടയുടെ ഉള്ളിലേക്കാണ്. സ്റ്റെപ്പുകൾ കയറി കുറച്ച് പേര് കണ്ടിറങ്ങി വരുന്നു. ഇതാണ് കോട്ടയുടെ ഉൾവശം. ഈ കാണുന്ന കോട്ടയുടെ ഈ വാതിലുകളിലൂടെ നോക്കിയാൽ പുറത്തുനിന്ന് ഏതെങ്കിലും ശത്രുക്കൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഞാനീ പോകുന്നത് അങ്ങനെയുള്ള ഒരു ഇടുങ്ങിയ മുറിയുടെ ഉള്ളിലേക്കാണ്. അവിടെ ഇരുന്നാൽ പുറത്ത് ആര് വന്നാലും, ആ വനാന്തര ഭാഗത്തു നിന്ന് കയറി വന്നാലും ഇത് ഇവിടുത്തെ പടയാളികൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അവർക്ക് ഈ രാജാവിനെ സംരക്ഷിക്കാൻ കഴിയും. ഈ കോട്ടയ്ക്കകത്ത് വെച്ചിരിക്കുന്ന സന്ദർശക പുസ്തകത്തിൽ ഞാൻ എൻ്റെ പേര് എഴുതിയാണ്. ഇങ്ങനെ ആദ്യമായിട്ട് തോമസ് ഇരിഞ്ഞാലക്കുട, കേരള, ഇന്ത്യ എന്ന് ഞാൻ എഴുതിയാണ്. 3-4 പേജുകൾ മറിച്ചു നോക്കിയപ്പോൾ മലയാളി ആരും ഇവിടെ എത്തിയിട്ടില്ല. അതൊരു വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒന്ന് എഴുതി വയ്ക്കാൻ ഞാനും ആഗ്രഹിച്ചു. ഞാനത് എഴുതി വെച്ചു. അതൊരു ഭാഗ്യമായിട്ട് കാണുകയാണ്. ഡ്രമ്മോണ്ട് കാസിലും അതിനോട് ചേർന്നുള്ള ഈ പൂന്തോട്ടവും ഒരു നവ്യമായ അനുഭവമാണ്. ഈ കോട്ടയ്ക്കകത്ത് ഇതിനെക്കുറിച്ചുള്ള വിശിഷ്ടമായ കാര്യങ്ങളൊക്കെ TV-യിൽ സദാസമയം റിലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പറഞ്ഞ പോലെ എൻ്റെ പേരിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കോട്ടയെക്കുറിച്ചും തോട്ടത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈ കോട്ടയ്ക്കകത്ത് TV-യിൽ റിലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഈ വീഡിയോ ഇന്ന് അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ആയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ ടോം ടോക്സ് തൃശ്ശൂർ ചാനലിന് വേണ്ടി തോമസ്. താങ്ക് യു. ടോം ടോക്സ് തൃശ്ശൂർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. നമസ്കാരം.